കാറ്റ് അടിപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഓർക്കുന്ന ദൈവം നോഹയെ ഓർത്തു. നോഹയുടെ കാര്യം നമുക്ക് എവിടുന്നാണ്? ഉൽപ്പത്തി 5-ാം അധ്യായത്തിലാണ് നോഹയുടെ ജനനത്തെ കുറിച്ച് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28 മുതൽ വായിക്കുമ്പോൾ, ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേർ ഇട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് നോഹ എന്ന് പേരിട്ടു. നോഹ ആശ്വസിപ്പിക്കുന്ന ഒരു പുത്രൻ. നോഹ, അതെ, ഒരു വിശ്രമപുത്രൻ. ഹല്ലേലൂയ. ദൈവം ഭൂമിയെ ശപിച്ചു. എന്തുകൊണ്ടാണ്? പാപം ഭൂമിയിൽ പെരുകിയപ്പോൾ, പാപത്തിൽ ജനം അടിമകളായപ്പോൾ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഭൂമിയെ ശപിച്ചു. ശപിച്ചപ്പോൾ ഇവിടെ ലാമേക്കിന് ഒരു മകൻ ജനിക്കുകയാണ്. ആ മാതാപിതാക്കൾ പ്രതീക്ഷയോടെ പറയുകയാണ്, നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ദൈവം നമ്മെ, ഇവനിലൂടെ ഒരു ആശ്വാസം ഉണ്ടാകും, ഒരു വിശ്രമം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് നോഹ എന്നുള്ള പേര് പ്രിയ മകൻ ഇടുന്നത്. ഹല്ലേലൂയ. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് 595 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമേക്കിന്റെ ആയുഷ്കാലമാകെ 777 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. നോഹയെ ദൈവം ഒരു ആശ്വാസപ്രദനായി ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മൾ ഓരോരുത്തരും ആശ്വാസപ്രദരാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം മത്തായി സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സമാധാനം ഉണ്ടാക്കുന്നവരാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും, ആശ്വാസപ്രദരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യണം. നമ്മൾ ആശ്വാസപ്രദനാണോ? സമാധാന പ്രിയരാണോ? സമാധാനം ഉണ്ടാക്കുന്നവരാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ, 6-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ, ജനം പാപം ചെയ്തു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തു, ജനത്തെ ഉണ്ടാക്കുക കൊണ്ട് സ്വർഗത്തിലെ ദൈവം അനുദപിച്ചു. ഹല്ലേലൂയ. നമ്മെ ഉണ്ടാക്കിയത് കൊണ്ട് നമ്മുടെ ദൈവം അനുദപിക്കുവാൻ ഒരിക്കലും പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഒരിക്കലും വേദനിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഒരു പ്രതികൂലം വരുമ്പോൾ ദൈവം എന്നെ മറന്നു കളഞ്ഞെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് വ്യാകുലപ്പെടുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? നോഹയും അവനോടുകൂടെ ഉള്ള സകലത്തിനെയും, സകല ജീവികളെയും, സകല മൃഗങ്ങളെയും ഓർത്തൊരു ദൈവം. നമ്മളെ എന്നേക്കും മറന്നത് കൊണ്ടല്ല, നോഹയും പെട്ടകത്തിലുള്ള ജീവജാലങ്ങളെയും ദൈവം മറന്നത് കൊണ്ടല്ല ഓർത്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ 6-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് അനുദപിച്ചു. ഹല്ലേലൂയ. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവം അനുദപിച്ചുവെങ്കിൽ അവിടെ ആർക്കാണ് കൃപ ലഭിച്ചത്? ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 8 വായിക്കുമ്പോൾ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഈ തലമുറയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചേർത്തിട്ട് പറയണം, കർത്താവ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ കൃപ ലിസിക്ക് ലഭിച്ചു. അതെ, ഓരോരുത്തരും പേര്, അവരവരുടെ പേര് ചേർത്ത്, അതെ, നമ്മുടെ മേലൊരു കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാണ്. അകൃത്യത്തിന്റെ മാക്സിമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയും ദൂരദേശങ്ങളിൽ, ദൂര രാജ്യങ്ങളിൽ നടന്നതാണ് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്നത്, നമ്മുടെ അയൽപക്കത്ത് നടക്കുന്നത്, നമ്മുടെ ദേശത്ത് നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം അറിയിക്കുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായി.
ആവശ്യമായി. ഈ കൃപയുടെ വാതിൽ അടയാറാകുന്നതിന് മുമ്പ് അതെ ദൈവത്തിന്റെ കൃപ ലഭിച്ച ദൈവജനത്തിന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ദൈവം പകർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. 9 മുതലുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 6:9 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നോഹ ആ തലമുറയിൽ നിഷ്കളങ്കത ഉള്ളതായിരുന്നു, നീതിമാനായിരുന്നു. ഹല്ലേലൂയ. കളങ്കമില്ലാത്തവനായിരുന്നു, അനീതി ചെയ്യാത്തവനായിരുന്നു. ഹല്ലേലൂയ. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നോഹ തന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോടു കൂടെ നടന്നു, നീതിമാനും കൂടെ നടന്നു. ഹല്ലേലൂയ. നോഹയെ ഓർക്കണമെങ്കിൽ നോഹ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് ചേർന്ന് നടന്നു, ദൈവത്തോട് പറ്റി നിന്നു. ഹല്ലേലൂയ. ഹാനോക്ക് ഒരു കുടുംബത്തെ താൻ നയിച്ചിട്ടാണ് ദൈവത്തോട് കൂടെ നടന്നു. യഹോവ ഹാനോക്കിനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ഈ തലമുറയിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന അതേ ദൈവ കൃപ നമ്മുടെ മേലുണ്ടോ? ഹല്ലേലൂയ. അതേ നീതി നമ്മുടെ മേലുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഒരു നിഷ്കളങ്കത ഉണ്ടോ? ഹല്ലേലൂയ. ദൈവത്തോട് കൂടെയാണോ നമ്മൾ നടക്കുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ മാറി നടക്കുകയാണോ? അകലം വിട്ട് നടക്കുകയാണോ? ഹല്ലേലൂയ. പത്രോസ് അകലം വിട്ട് നടന്നു, കർത്താവിനെ തള്ളി പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും അകലം വിട്ട് നടക്കുവാൻ പാടില്ല. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ ആരും കർത്താവിന് വിട്ട് മാറി പോകുവാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചില കഷ്ടതകളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം എന്നെ മറന്നു, ദൈവം എന്നെ ഓർക്കുന്നു പോലുമില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ എളിയവളായ ഞാൻ നിങ്ങളോട് പറയട്ടെ, കഷ്ടതയിലൂടെ ദൈവം പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ, നമ്മെ ദൈവകൃപയിൽ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീകമായി വർധനവ് പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ദൈവത്തോട് അടുക്കുവാൻ ഒരു കഷ്ടതയോ ഒരു പ്രതികൂലമോ ഒരു വേദനയോ വരുമ്പോൾ ഒരിക്കലും ദൈവത്തെ വിട്ട് അയ്യോ എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല, ദൈവം എന്നെ ഓർത്തുവെങ്കിൽ ഈ കഷ്ടതയ്ക്ക് എന്തിനാ വരുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുവിറുക്കുവാൻ പാടില്ല. നോഹ നീതിമാനും നിഷ്കളങ്കനും തന്റെ തലമുറയിൽ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു അനുഭവം, അനീതി ചെയ്യാത്തൊരനുഭവം, നിഷ്കളങ്കതയോടെ കളങ്കമില്ലാത്തൊരു ജീവിതം, ദൈവത്തോട് കൂടെ നടക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. നോഹയോട് ദൈവം സംസാരിച്ചു. നോഹയോട് പറയുകയാണ് ഒരു പെട്ടകമുണ്ടാക്കുവാൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതുപോലെ നോഹ ചെയ്തു. നോഹയോട് ദൈവം കൃത്യമായ അളവുകൾ പറയുകയാണ്. ആ അളവനുസരിച്ച് നോഹ ഒരു പെട്ടകം പണിയുന്നു. ഹല്ലേലൂയ. നോഹ ദൈവം പറഞ്ഞ അളവിൽ അല്പം കൂട്ടിയതില്ല, അല്പം കുറച്ചതില്ല. നമ്മോട് പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് കൂടിയാൽ എന്താ പ്രശ്നമെന്ന് വിചാരിച്ച് നമ്മൾ അല്പം കൂട്ടാമായിരുന്നു. പക്ഷേ നോഹ അവിടെ അങ്ങനെ ചെയ്തില്ല. നോഹ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. നമ്മൾ ഓരോരുത്തരും ദൈവം പറഞ്ഞതുപോലെ, ദൈവം പറയുന്നത് പോലെ പലപ്പോഴും പറയും കർത്താവേ അങ്ങടി എന്നോട് സംസാരിക്കണമേ, അതുപോലെ ചെയ്യാമെന്ന്. പലപ്പോഴും കർത്താവ് നമ്മളോട് സംസാരിച്ചിട്ട് പലപ്പോഴും അളവ് കൂട്ടിയോ അളവ് കുറച്ചോ അതിന്റെ ഷേപ്പിന് മാറ്റം വരുത്തിയോ അതിന്റെ ആകൃതിക്ക് മാറ്റം വരുത്തിയോ ഒക്കെയല്ലേ നമ്മൾ അനുസരിച്ചത്. എന്നാലോ നോഹ അതുപോലെ തന്നെ ചെയ്തു. 6-ാം അധ്യായം അവസാനം വായിക്കുമ്പോൾ മനസ്സിലാവും യഹോവ തന്നോട് പറഞ്ഞതുപോലെ നോഹ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ, ദൈവം എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യണം. ഹല്ലേലൂയ. മോശയും അതുപോലെ ആയിരുന്നു, ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മോട് എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നാളുകളിൽ പ്രാർത്ഥനയുടെ അളവ് ഓരോരുത്തരിലും കൂടിയിരിക്കുകയാണ്. നമ്മുടെ ദേശത്ത് നമ്മൾ പാർക്കുന്നിടത്ത് ഒരു ദൈവത്തിന്റെ മഹത്വം വസിക്കണം. സങ്കീർത്തനങ്ങൾ 85:9 വായിക്കുമ്പോൾ തിരുമഹത്വം ദേശത്തിൽ
സ്വർഗത്തിൽ വസിക്കണം. ഹല്ലേലൂയ. അതിനായി നമ്മുടെ പ്രാർത്ഥനയുടെ അളവ് ഇനിയും വർദ്ധിപ്പിക്കാം. കർത്തൃദാസി പറഞ്ഞതുപോലെ രാത്രിയുടെ യാമത്തിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഏകാഗ്രതയ്ക്ക് കാരണമായി തീരും. നമ്മോട് കർത്താവ് ചില കാര്യങ്ങൾ സംസാരിക്കാനിടയായി തീരും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ അധികമായി പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ അതിന്റെ മറുപടി സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നമുക്ക് തന്നു മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നോഹ ഈ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്ന നോഹ ദൈവം എന്ത് പറഞ്ഞു അതുപോലെ ദൈവം ചെയ്തു. ഹല്ലേലൂയ. നോഹ എല്ലാവരോടത്തും സുവിശേഷം അറിയിച്ചു. എല്ലായിടത്തും കർത്താവിന്റെ ഇപ്പോൾ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു എല്ലാവരോടും പെട്ടകത്തിൽ കയറുവാൻ പറഞ്ഞു. ആരും അനുസരിച്ചില്ല. ആരും നോഹ പറഞ്ഞത് കൂട്ടാക്കിയതേ ഇല്ല. എന്നാലോ അതിലുള്ള രണ്ട് വീതം സകല മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം പെട്ടകത്തിനകത്തേക്ക് കയറ്റി. ഹല്ലേലൂയ. മനുഷ്യർക്ക് കിട്ടാത്തതാ മൃഗങ്ങൾക്ക് കിട്ടിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യർ ദൈവത്തെ അവഗണിച്ചപ്പോൾ അനുസരിച്ച മൃഗങ്ങൾ രക്ഷ നേടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവരക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. ഇവിടെ നോഹ ജീവരക്ഷയ്ക്കായാണ് പെട്ടകം തീർത്തത്. നമ്മൾ ഈ കൃപയുടെ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ, കൃപായുഗത്തിലായിരിക്കുമ്പോൾ നമ്മളും രക്ഷയുടെ പെട്ടകത്തിനുള്ളിലായിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. രക്ഷ പൂർത്തീകരിക്കുന്നത് നിത്യതയിൽ ചെല്ലുമ്പോഴാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ളത് 7 വീതവും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളും ജീവജാലങ്ങളെല്ലാം ഈ രണ്ടായി പെട്ടകത്തിനകത്ത് കയറി. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുസരണ മനോഭാവം, ഒരു വിധേയപ്പെടൽ ഉണ്ടായിരിക്കണം. മൃഗങ്ങൾ പോലും വിധേയപ്പെട്ടു തങ്ങൾക്കൊക്കെയും ആക്കി വെച്ചെടുത്തേക്ക് തന്നെ അതൊക്കെയും പോയി താമസിച്ചു. ആ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു വിധേയപ്പെടുക. ജിറാഫ് തനിക്ക് പൊക്കമുണ്ടെന്ന് പറഞ്ഞ് അത് കുനിയാതിരുന്നില്ല. അത് എന്ത് ചെയ്തു? കുനിഞ്ഞു വിധേയപ്പെട്ടാണ് അതിനകത്ത് പെട്ടകത്തിനകത്തേക്ക് പ്രവേശിച്ചത്. ഹല്ലേലൂയ. 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 പെട്ടകം ദൈവം അടച്ചു. പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. ഒരു വേള നോഹയാണ് പെട്ടകത്തിന്റെ വാതിൽ അടച്ചതെങ്കിൽ മഴ പെയ്യുമ്പോൾ, ഹല്ലേലൂയ, മഞ്ഞ് പൊങ്ങ് എല്ലായിടത്തും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും വെള്ളം ഉയരുമ്പോൾ, വെള്ളം പൊങ്ങുമ്പോൾ എന്ത് ചെയ്യും? ജനം വന്ന് വാതിൽ മുട്ടുമ്പോൾ ഒരു വേള നോഹ വാതിൽ തുറക്കാം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ദൈവം വാതിൽ അടച്ചു. ഹല്ലേലൂയ. നമുക്കും ഒരു മനസ്സലിവ് തോന്നാറില്ലേ? ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, ആരെങ്കിലും നശിച്ചു പോയാൽ, അല്പം മുമ്പ് ദൈവദാസി പറഞ്ഞതേ ഉള്ളൂ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവദാസനാണ്, അല്ലെങ്കിൽ ഒരു ദൈവവേല ചെയ്ത കുടുംബത്തിൽ ദൈവവേലയിലായിരുന്ന ഒരാളാണ് ആത്മഹത്യ ചെയ്തത്. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നിലവിളിയാ, വേദനയാ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അത്രയും നാൾ നിന്നിട്ടും അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ ആ 84 വയസ്സുവരെ ജീവിച്ച ആ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് അത് നിത്യനാശത്തിലേക്കാ പോയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊരു മനസ്സലിവ് തോന്നും. ആർക്കെങ്കിലും വേദനയുള്ളപ്പോൾ, ആർക്കെങ്കിലും കഷ്ടത വരുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരു മനസ്സലിവ് തോന്നും. നോഹയ്ക്കും മനസ്സലിവ് തോന്നി. ആ പെട്ടകത്തിന്റെ വാതിൽ തുറന്നാലോ ദൈവം വാതിൽ അടച്ചു. ഹല്ലേലൂയ. ദൈവം വാതിൽ അടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയുകയില്ല. ദൈവം വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാനും കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടിയൊക്കെ സ്വർഗത്തിലെ ദൈവം വാതിൽ തുറക്കുമെന്ന് ദൈവാലോചന കൈമാറുകയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുവരെ അടഞ്ഞു കിടക്കുക കർത്താവ്, ഇതിലൊരു മുഖാന്തരമില്ല, ഇനി ഒരു പ്രതീക്ഷയില്ല കർത്താവ് എന്ന് പറഞ്ഞു ഇത് വാതിൽ അടയപ്പെട്ടതാ, ഇത് ഇനി ഇല്ല എന്ന് പറഞ്ഞെടുത്ത് സ്വർഗത്തിലെ ദൈവം ആ വാതിൽ തുറക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അത് ആർക്കും അടച്ചുകൂടാത്ത വിധം സ്വർഗത്തിലെ ദൈവം ആ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അടയപ്പെട്ട വാതിൽ തുറക്കുകയാണ്. ഇവിടെ പെട്ടകത്തിന്റെ വാതിൽ സ്വർഗത്തിലെ ദൈവം അടച്ചു. ഹല്ലേലൂയ. മഴ പെയ്തു, ഭൂമിയിൽ നിന്ന് വെള്ളം പൊങ്ങി, ജനം എല്ലാവരും നശിച്ചു പോയി. സകല ജീവജാലങ്ങളും സകല ജന്തുക്കളും ചത്തുപോയി. പക്ഷേ ദൈവത്തിൽ പ്രിയം വച്ച് വിശ്വസിച്ച് ദൈവത്തിന്റെ വാക്ക് കേട്ട്
പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ച നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു. അതിലുള്ള ജീവജാലങ്ങൾ അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷയെ കരസ്ഥമാക്കി ജീവരക്ഷ പ്രാപിച്ചു. ഈ ജീവജാലങ്ങൾ പോലും ജീവരക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ കൃപയുടെ യുഗത്തിലായിരിക്കുമ്പോൾ ഒരു ആത്മരക്ഷ നമ്മുടെ പ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. നേരത്തെ ദൈവദാസി പറഞ്ഞതുപോലെ ഒരു പ്രതികൂല നമ്മുടെ കുടുംബങ്ങളിലോ, നമ്മുടെ വിശ്വാസ കുടുംബങ്ങളിലോ, നമ്മുടെ ബന്ധുക്കളിലോ, നമ്മിലോ, നമ്മുടെ ഭവനങ്ങളിലോ ആരെയും തൊടാതെ വേണ്ട കുഞ്ഞാട്ടിന്റെ രക്തം അതെ കട്ടളമേലും കുറുമ്പടമേലും പുരട്ടണമേന്ന് സ്വർഗത്തിലെ ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നോഹയും കുടുംബത്തെയും ദൈവം ഓർത്തു. നോഹയും അവനോടുകൂടെ തന്റെ ഭാര്യയുണ്ട്, തന്റെ 3 മക്കളുണ്ട്, അവരുടെ 3 മക്കളുടെ ഭാര്യമാരുണ്ട്. ഈ 8 പേരെ സ്വർഗത്തിലു ദൈവം ഓർത്തു. അതിനോടൊപ്പം അതിലുള്ള സകല ജീവജാലങ്ങളെ ഓർത്തു. ഹല്ലേലൂയ. മറന്നുപോയത് കൊണ്ടല്ല ദൈവം നമ്മെ ഓർക്കുന്നത്, എന്നേക്കുമായി ദൈവം നമ്മെ മറന്നു കളഞ്ഞത് കൊണ്ടല്ല സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർത്തത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തക്ക സമയത്താണ് ദൈവം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പലപ്പോഴും വിചാരിക്കും, കർത്താവേ ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചു, 7 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു, 7 ദിവസം ഉപവസിച്ചു. മാസത്തിന്റെ എല്ലാ മാസത്തിലും 3 ദിവസം ഉപവസിക്കണമെന്ന് പറഞ്ഞു, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് 40 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 21 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പക്ഷെ അതിന്റെ മറുപടി കിട്ടിയില്ലല്ലോ എന്ന്, ഒരു കാര്യം മാത്രം എനിക്ക് നടന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുക, ഓർക്കുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും അത് എന്ന് തന്നെയാണ്. ഒരിക്കലും ഉവെന്നും അടുത്ത് ഇല്ലെന്നും അല്ല സ്വർഗത്തിലെ ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, വാക്ക് മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയെ ദൈവം ഓർത്തു. നോഹയെ ഓർത്തപ്പോൾ അടുത്ത വേദഭാഗത്തിൽ 6-ാം അധ്യായം 22 നോഹ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്നുള്ള വേദഭാഗം. ഹല്ലേലൂയ. 40 രാവും 40 പകലുമാണ് മഴ പെയ്തത്. ഭൂമിയിൽ വെള്ളം നിറഞ്ഞത് 150 ദിവസത്തോളം ഭൂമിയിൽ വെള്ളം നിറഞ്ഞു. അതുവരെയും പെട്ടകം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഒരിടത്ത് നിന്നില്ല. ദൈവം പറഞ്ഞാൽ മാത്രമേ പെട്ടകം നിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എനിക്ക് സ്വന്തമായൊരു ഭവനമില്ല, വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോഴേക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ 12 വർഷമായി സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം ചെയ്യണം, ഒരു ഭവനം തന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദൂതിങ്ങനെ കേൾക്കുവാനിടയായത്. ഹല്ലേലൂയ. നമ്മളെ എവിടെയെങ്കിലും ഒരിടത്ത് ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം, അവിടെ തന്നെ ആയിപ്പോവും. ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ഏതൊക്കെ ദേശത്ത് ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. അവിടെയൊക്കെ പോയി അവിടെയെല്ലാം ഏതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി ഉണ്ടോ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉദ്ദേശം ിയതിന് ശേഷമേ പെട്ടകം അരരാത്ത പർവ്വതത്തിൽ ഉറയ്ക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വിഷമിക്കരുത്. വാടക വീട്ടിൽ താമസിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിഷമിക്കരുത്. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും എന്ത് ചെയ്യുന്നത്, അബ്രഹാം കൂടാരം മാറ്റിയടിച്ചതുപോലെ മാറി മാറി നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഒരിക്കലും ഭാരപ്പെടരുത്. ദൈവത്തിന്റെ പദ്ധതിക്കായി, ദൈവത്തിന്റെ സുവിശേഷം ആരോടൊക്കെ അറിയിക്കണമോ അവരോടെല്ലാം നമ്മൾ അറിയിക്കണം. ആർക്കൊക്കെ നമ്മിലൂടെ വിടുതൽ ഉണ്ടാകണമോ അവരിലെല്ലാം വിടുതൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. തക്ക സമയത്ത് മാത്രമേ പെട്ടകം അരരാത്ത പർവ്വതത്തിൽ ഉറയ്ക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഈ വചനം, ഈ ദൂത് കേട്ടതിന് ശേഷം എനിക്ക് ഒരു സമാധാനമുണ്ടായി. ഹല്ലേലൂയ. കാരണം ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം, ദൈവമേ എവിടെയായാലും കർത്താവിന് എവിടെയാണോ പദ്ധതി അവിടെ മാത്രമേ ഞങ്ങൾക്ക് വീട് തരാവൂ. ഹല്ലേലൂയ. എവിടെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് അവിടെ മാത്രമേ തരാവൂ. ഇതൊക്കെയായിരുന്നു പ്രാർത്ഥന. കർത്താവിന്റെ ഹിതം എന്തോ അത് മാത്രമേ നിറവേറാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും വാടക വീട്ടിലായിരിക്കുമ്പോഴും എനിക്കൊരു സന്തോഷമുണ്ട്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ തക്ക സമയമാകുമ്പോൾ പെട്ടകം ഉറയ്ക്കേണ്ടടുത്ത് ഉറയ്ക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ ദൈവദാസിയോടും ദൈവദാസന്മാരോടും സഹോദരങ്ങളോടും പറയുവാനുള്ളത്, മാതാപിതാക്കളോടും എനിക്ക് പറയുവാനുള്ളത് അതാണ്.
പെട്ടകം ഉറയ്ക്കേണ്ട സമയത്ത് ഉറയ്ക്കേണ്ടത് എവിടെയെന്ന് എന്റെ ദൈവത്തിനറിയാം. അവിടെ തന്നെ ഉറപ്പിക്കും. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. 50 വർഷമായി കർത്താവ്, 16 വർഷമായി കർത്താവ്, 25 വർഷമായി കർത്താവ്, ഞാൻ ഇങ്ങനെ ഓടുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ തക്ക സമയത്ത് പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. ദൈവം പുറത്തു കൊണ്ടുവരേണ്ട സമയത്ത് മാത്രമേ ദൈവം പുറത്തു കൊണ്ടുവരികയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഒരു എന്ത് ചെയ്യുന്നു, കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ദൈവം തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് അതിനോടൊപ്പം വെയിറ്റ് ചെയ്യാമോ? നമ്മൾ വെപ്രാളത്തോടെ ഇരിക്കും, കർത്താവ് ഇത് ഇന്ന സമയത്ത് നടന്നാലേ പറ്റത്തുള്ളൂ എന്ന്. പക്ഷെ ദൈവത്തിന്റെ കറക്റ്റായുള്ള സമയത്ത് നടന്നാൽ മാത്രമേ ആ പ്രവൃത്തി കൃത്യമായിരിക്കും, മാറ്റമില്ലാത്തതായിരിക്കും, ഒരു വ്യത്യാസം വരത്തില്ല. ചിലപ്പോൾ ഇങ്ങോട്ടായി പോയാൽ എന്താ ചെയ്യാം? വാഗ്ദത്തങ്ങൾ നിറവേറേണ്ട ആ സമയത്തിന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോയാൽ കുറവുകൾ വരാം, പ്രശ്നങ്ങൾ വരാം. ഹല്ലേലൂയ. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ തക്ക സമയത്തിന് വേണ്ടി നമ്മളൊന്ന് കാത്തിരിക്കണം. ഹല്ലേലൂയ. നോഹയെ ദൈവം ഓർത്തു. ഹല്ലേലൂയ. നോഹയെ ദൈവം ഓർക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19:29 ഒരു കാര്യം ദൈവം പറയുകയാണ്. നോഹയെ ഓർത്തത്, ആ പെട്ടകത്തിനകത്തായിരിക്കുന്ന എല്ലാവരും അതിനകത്തായിരിക്കുന്നു. നോഹയെ ഓർത്തു. ദൈവം മറന്നത് കൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവം ഓർത്തത്. ഹല്ലേലൂയ. അടുത്ത 19-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രദേശമൊക്കെ നശിപ്പിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുകയാണ്. കർത്താവേ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദേശത്തെ നശിപ്പിക്കൂ. ദൈവം പറയുക, ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ദൈവം നശിപ്പിക്കുകയില്ല. വീണ്ടും കർത്താവിനോട് ചോദിക്കുക, 40 നീതിമാന്മാരോ? ഇല്ല, ഒരിക്കലുമില്ല, നശിപ്പിക്കുകയില്ല. അങ്ങനെ ദൈവത്തോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ദേശത്തെ നശിപ്പിക്കുമോ എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം പറയുക, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഒരിക്കലും ആ ദേശത്തെ ദൈവം നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ടോ നീതിമാൻ, എങ്കിൽ ഒരിക്കലും ആ കുടുംബത്തെ ദൈവം നശിപ്പിച്ച് കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ 12-ാം വയസ്സിൽ ഈ ദൈവത്തെ രക്ഷകരായി സ്വീകരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഈ 12-ാം വയസ്സ് അതുവരെയും എന്റെ ഭവനത്തിൽ സമാധാനമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ബൈബിളിന് പ്രാധാന്യമുണ്ട്, രാവിലെ പ്രാർത്ഥനയുണ്ട്, സന്ധ്യ പ്രാർത്ഥനയുണ്ട്. കുടുംബമായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പപ്പയാണ് അത് ലീഡ് ചെയ്യുന്നത്. എന്നാൽ എന്റെ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്റെ പപ്പ, ഞാൻ ഇന്ന് മാനസാന്തരപ്പെട്ടു, അത് കഴിഞ്ഞു വന്നപ്പോൾ എന്റെ പപ്പ മദ്യത്തിലേക്ക് പോയി. കള്ളച്ചെത്തെന്നുള്ള ജോലി ഇവിടെയും ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയിലും ആരംഭിച്ചു. ഒരു കോട്ടയത്ത് നിന്ന് അവിടെ നിന്ന് വന്ന ഒരു പിതാവ് പഠിപ്പിച്ചു, അതിലേക്ക് പോയി. ഞാൻ പറയട്ടെ, ആ സമയത്ത് തന്നെ കർത്താവിന്റെ ദാസി ഇങ്ങനെ പറഞ്ഞു, എന്റെ പപ്പയുടെ വീട്ടിലെ പേര് വിജയൻ എന്നാണ്. പപ്പയുടെ വീട്ടിലെ പേര് വിജയൻ എന്നാണ്. വിജയൻ ഈ പണി നല്ലതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് അന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. എങ്കിലും പ്രാർത്ഥിച്ചു, ദൈവമേ ദോഷമായി ഒന്നും വരരുതെന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പപ്പ തികച്ചും മദ്യപാനിയായി തീർന്നു. ദൈവത്തോട് നിലവിളിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കണ്ണുനീരൊഴുക്കും. പപ്പ ആത്മഹത്യ ചെയ്യുവാൻ ഒരിക്കൽ മുറിക്കകത്ത് കയറി. പലപ്പോഴും എന്റെ വിവാഹം നടക്കാത്ത കാരണം കൊണ്ട് പപ്പ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. മുറിക്കകത്ത് കയറി വാതിലടച്ചിട്ട് ഇപ്പുറത്തെ മുറിയിൽ ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ പോകുക, പ്രാർത്ഥിക്കാൻ. ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അമ്മയ്ക്കും വിഷമം തോന്നി. അമ്മ ചെന്ന് വാതിലെ മുട്ടുക, കഥകിൽ ഇങ്ങനെ മുട്ടുക, കഥക് തുറക്കാനായിട്ട്. ഞാൻ അമ്മയോട് പറഞ്ഞ് ബലപ്പെടുത്തിയ, ഒരിക്കലും കഥകിൽ മുട്ടണ്ട, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മയും വിളിച്ചിരുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞതും പപ്പ വാതിൽ തുറന്ന് അകത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു വിഗ്രഹം ഇരിക്കുന്നു അതിനകത്ത്. അപ്പൊ ഞാന് ഇത് ആരാ ഇവിടെ കൊണ്ട് വച്ചേന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെടുത്ത് തൂക്കി എറിഞ്ഞു, പുറത്തേക്ക് എറിഞ്ഞു.
ആ സമയം പപ്പ ശാന്തമായി. എന്നിട്ട് പറഞ്ഞു അതും കൂടെ എടുത്ത് കളയാൻ പറഞ്ഞു. മദ്യത്തിൽ കുരുടാനെന്നുള്ള വിഷം കലക്കി വെച്ചിരിക്കുകയായിരുന്നു. അതും കൂടെ എടുത്ത് കളയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതെടുത്തു കളഞ്ഞു. ദൈവം ഞങ്ങളെ മരണത്തിൽ നിന്ന്, എന്റെ പപ്പയെ ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പപ്പ ഈ ലോകത്തിലില്ല, നിത്യതയിലാണ്. മരിക്കുന്നതിന് 3.5 മാസം മുൻപ് മാത്രമാണ് എന്റെ പപ്പ രക്ഷയെ കരസ്ഥമാക്കിയത്. ആ സമയത്ത് തന്നെ ഒരു ദൈവദാസനെ അയച്ചു. ആ ദൈവദാസൻ വന്ന് സുവിശേഷം അറിയിച്ചു. പപ്പ രോഗക്കിടയ്ക്കൽ ഒരു 15 ദിവസം കിടന്നു. പപ്പ രക്ഷയെ കരസ്ഥമാക്കി. പപ്പ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനൊക്കെ തീരുമാനിച്ചു. പക്ഷെ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. അതിനു മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പപ്പ മരിച്ചതിന് ശേഷം ദൈവത്തോട് നിലവിളിച്ചു. പപ്പ ഇവിടെ പോയി കർത്താവേ, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, പപ്പ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, സ്നാനപ്പെട്ടിട്ടില്ല കർത്താവേ, പപ്പ എവിടെ പോയെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് പപ്പ മുഖശോഭയോടെ നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സ്വപ്നമാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രാർത്ഥന ഒരിക്കലും വൃഥാവില്ല. വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. 10, 20, 25 വർഷത്തോളം, 25-ലധികം വർഷത്തോളം ദൈവത്തോട് നിലവിളിച്ചു. പപ്പയ്ക്കൊരു മാനസാന്തരം കിട്ടുവാൻ ദൈവത്തോട് നിലവിളിച്ചു. ആ 3.5 മാസം തക്ക സമയത്ത് ആ ദൈവം വിടുവിച്ചത്. ഞാൻ പറയട്ടെ, ഒരു പ്രാർത്ഥിക്കുന്ന മാതാവുണ്ടോ, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലുണ്ടോ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടോ, ഒരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, ദൈവം മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തന്ന് മാനിക്കും. ഹല്ലേലൂയ. ഒരു അനർത്ഥം സംഭവിക്കാതെ ഹല്ലേലൂയ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏറെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, ഏറെ കഷ്ടത അനുഭവിച്ചു, ഏറെ വേദന അനുഭവിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഇന്ന് നിർത്തുന്നത് ദൈവത്തിന്റെ മഹാദയ, ഇന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയ, നിന്നതല്ല, ദൈവം ഞങ്ങളെ നിർത്തിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇറങ്ങിയതാ. എനിക്ക് മുമ്പ് മൂത്തത് 2 സഹോദരിമാരാണ്. ഇവരൊക്കെയും CSI പരമായ അങ്ങനെയാണ് വിവാഹം നടന്നത്. ഞാൻ മാത്രം ഉറച്ചു നിന്നു. കാരണം ഒരു വാക്യമാണ് എന്നെ ബലപ്പെടുത്തിയത്. മക്കളെ, എഫേസ്യർ 6:1, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തോട് കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം മാറിക്കടന്നു പോകുകയില്ല. ദൈവം മറുപടി തന്ന് മാനിക്കും. നിന്ദിച്ചവരുടെ മുൻപേ തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിച്ച് നിർത്തും. ആരൊക്കെ നമ്മെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചോ അവരുടെ നടുവിൽ ദൈവം മാനിക്കും. ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞോ അവർ തന്നെ പറയും, അയ്യോ, ഇവൾ ഈ ദൈവത്തെ സേവിച്ചത് കൊണ്ടാ ഇവൾക്ക് ഇങ്ങനെ വന്നത് എന്ന് പറയുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെക്കാള് ശ്രേഷ്ഠരായ ദൈവമക്കളെ എന്നെ കേൾക്കുന്നത് എല്ലാവരോട് ചോദിച്ചാലും വലിയ വലിയ ഓരോ കഷ്ടതയിൽ നിന്നും ദൈവം കടത്തി കൊണ്ടുവന്ന വിധങ്ങളെ പറയുവാൻ കാണുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം നിർത്തിയതാ എന്നെ മറന്നെന്ന് പറയുവാനല്ല, ദൈവം എന്നെ ഓർത്തത് കൊണ്ടാ ഈ 30 വർഷക്കാലം രക്ഷിക്കപ്പെട്ടിട്ട് 30 വർഷത്തോട് അടുത്തു വരുന്നു. ഇത്രയും കാലത്തോളം സ്വർഗത്തിലെ ദൈവം ഈ എളിവളെ കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. നോഹയെ ഓർത്തൊരു ദൈവം, അതെ, അബ്രഹാമിനെ ഓർത്തിട്ട് ലോത്തിനെയും കുടുംബത്തെയും, അതെ, ഒരു ദൈവ പൈതലുണ്ടോ ആ ദേശത്തെ നശിപ്പിക്കയില്ല. ഒരു കുടുംബത്തിൽ ഒരാളുണ്ടോ ഒരിക്കലും ആ കുടുംബത്തെ നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 നീതിമാന്മാർ സൊദോം ഗൊമോറയിൽ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? സൊദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തില് ഓരോരുത്തരുടെ പേര് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മോട് കൂടെയുള്ള കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അതെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ഒന്നേ വേണ്ടൂ, നമ്മൾ നീതിയുള്ളവരായിരിക്കണം, നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, നമ്മൾ ദൈവത്തോട് കൂറുള്ളവരായിരിക്കണം, ദൈവത്തോട് പറ്റി നിൽക്കുന്നവരായിരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായി വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 30:21
22 ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. ഹല്ലേലൂയ. റാഹേലിന് മക്കളില്ലായിരുന്നു, റാഹേൽ മച്ചിയായിരുന്നു. തന്റെ സഹോദരി ലേയ്ക്ക് മക്കളുണ്ടായി, അവരുടെ ദാസിമാർക്ക് മക്കളുണ്ടായി. പക്ഷെ എനിക്ക് മാത്രം മക്കളില്ല. ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മക്കളെ തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഓർക്കുന്ന ഒരു ദൈവമാണ്. എത്ര വർഷമെന്ന് ദൈവത്തിന് വിഷയമല്ല. സാറയുടെ നിർജീവമായ ഗർഭപാത്രത്തെ ജീവിപ്പിക്കുമാറാക്കിയ ദൈവം, ഹല്ലേലൂയ. ഒരു ഇസഹാക്കിനെ കൊടുത്തൊരു ദൈവം തലമുറയെ നൽകി മാനിക്കും. ഹല്ലേലൂയ. എന്റെ കഴിഞ്ഞ വർഷം ഈ ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്നത്. ഞാൻ പറയട്ടെ, ഒരു ഭവനത്തിൽ ഞാൻ പ്രാർത്ഥനയ്ക്കായി പോയി. രോഗിയായ ഒരു കാണുവാൻ പോയത്, അവിടെ നിന്ന് പറഞ്ഞു, ഒരു മകളുണ്ട്, അവരുടെ കൊച്ചുമകൾക്ക് തലമുറയില്ല പോകുന്നു, അവർക്ക് കുഞ്ഞുങ്ങളോട് അവർക്ക് ഒരു ദൂത് കൈമാറിയിട്ട് വന്നു. അടുത്ത വർഷത്തിന് മുൻപേ സ്വർഗത്തിലെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വെക്കുമെന്ന്. അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം ഒരു കുഞ്ഞിനെ വെക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രാർത്ഥന വൃഥാവിലല്ല, നമ്മുടെ കണ്ണുനീരൊന്നും വൃഥാവിലല്ല. മകൻ തലതിരിഞ്ഞു പോയി, മകൻ പറഞ്ഞിട്ട് കേൾക്കുന്നു, മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ദൈവത്തെ വിട്ട് പോകുന്നു, റീൽസ് കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പബ്ജിയോ ഫ്രീ ഫയറോ എന്ത് ഗെയിമോ കളിച്ചുകൊണ്ടിരിക്കുന്നു ഭാരപ്പെടുമ്പോഴും പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഒരു മറുപടി ഉണ്ട്. ദൈവം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, ആ അന്ധകാര അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമ്മ പ്രാർത്ഥിച്ചാൽ മതി, ഒരു വ്യക്തി ആഗ്രഹത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തന്നു മാനിക്കും. ഹല്ലേലൂയ. തലമുറയില്ലാത്തവർക്ക് തലമുറ നൽകി മാനിക്കും. റാഹേലിന്റെ റാഹേൽ അതെ നിന്ദിക്കപ്പെട്ടു, വ്യസനപാത്രമായി തീർന്നപ്പോൾ റാഹേൽ കരഞ്ഞു. റാഹേലിന്റെ അപേക്ഷ കേട്ടിട്ട് റാഹേലിനെ ഓർത്ത് ദൈവം ഒരു യോസേഫിനെ കൊടുത്തു. ഹല്ലേലൂയ. പിന്നെയും ഒരു ബെന്യാമിനെ കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മെ ഓർക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 40:30 ഇങ്ങനെ പറയുന്നു, ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് അതുപോലെ ചെയ്തു. പക്ഷെ പ്രമാണി എന്ത് ചെയ്തു? അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകനും ഒരുപോലെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ അപ്പക്കാരുടെ പ്രമാണിയോട് അതുപോലെ തന്നെ സംഭവിച്ചു, മരിച്ചുപോയി, കൊന്നുകളഞ്ഞു. അടുത്ത് പാനപാത്രവാഹകൻ അതുപോലെ ഫറവോൻ വീണ്ടും പാനപാത്രവാഹകനായി വന്നു. ആ സമയത്തും പാനപാത്രവാഹകൻ യോസേഫിനെ മറന്നു കളഞ്ഞു. യോസേഫ് ഒരു കാര്യം പറഞ്ഞു, ഒരിക്കലും എന്നെയും കൂടി ഒന്ന് ഓർക്കണം, എന്റെ കാര്യം കൂടി ഫറവോനോട് പറയണമെന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്തു? പാനപാത്ര വാഹകരുടെ പ്രമാണി അത് മറന്നു കളഞ്ഞു. ചിലരൊക്കെ മറന്നു കളയുന്നത് നല്ലതാ, നമ്മെ മറന്നു കളയുന്നത് ഏറ്റവും നല്ലതിന് വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും, അയ്യോ എന്നെ എല്ലാവരും മറന്നു കളഞ്ഞു. ചിലരും മറന്നു കളയുന്ന നല്ലതിന് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ഓർക്കേണ്ട സമയത്ത് മാത്രമേ നമ്മെ ദൈവം ഓർക്കുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ ഓർക്കുകയുള്ളൂ. മനുഷ്യർ മറന്നുപോയാലും നമ്മെ ദൈവം മറക്കുകയില്ല. മനുഷ്യർ മാറിപ്പോയാലും ദൈവം നമ്മെ വിട്ട് മാറിപ്പോകുകയില്ല. ഹല്ലേലൂയ. ഓർക്കേണ്ട തക്ക സമയത്ത് ദൈവം ഓർത്തു. പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി, അതെ അപ്പക്കാരുടെ പ്രമാണിയെ ഓർത്തു. ഹല്ലേലൂയ. ദൈവം ആ നാശത്തിനായി എന്ത് ചെയ്തു? അപ്പക്കാരുടെ പ്രമാണിയെ ഓർത്തൊരു ദൈവം പാനപാത്ര വാഹകനെ തിരിച്ച് തന്റെ ജോലിയിലേക്ക് പ്രവേശിപ്പാൻ ഓർത്തൊരു ദൈവം. ആ തക്ക സമയത്താണ് ഉൽപ്പത്തി പുസ്തകം 40:23 പറയുന്നു, എങ്കിലും പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. 41:9 എത്തുമ്പോൾ അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുറ്റം ഓർക്കുന്നു. ഹല്ലേലൂയ. പാനപാത്രവാഹകന്റെ കുറ്റം ഓർക്കുന്നു. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിലരോട് പറയും, ഞാൻ ഇന്ന കാര്യം ചെയ്യാമേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ മറന്നു പോകും. ഹല്ലേലൂയ. അവര് പ്രതീക്ഷയോടെ കാത്തിരിക്കും. ചിലയിടത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ചെല്ലാം, ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ അവിടെ എത്താം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറന്നു പോകരുത്. വിളിച്ചെങ്കിലും പറയണം, എനിക്ക് ഇന്ന സാഹചര്യമായതുകൊണ്ട് ഞങ്ങൾ മറന്നുപോയി എന്ന് പറയണം. അവർ വിഷമിച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ
മക്കളെ വിളിക്കാൻ പോകുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ആന്റിയുടെ ഭവനത്തിൽ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോയി. പക്ഷെ പോയപ്പോൾ സമയം അടുത്തായിപ്പോയി. എന്നിട്ടും ഞാൻ വകവയ്ക്കാതെ നേരെ എന്ത് ചെയ്തെന്നറിയോ, പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. മക്കളെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സും പോയി. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്. കുഞ്ഞുങ്ങളെ രണ്ടുപേരും കൈപിടിച്ച് അങ്ങ് നടന്നു. ഒരാൾ 5ലും ഒരാൾ 1ലും പഠിക്കുന്നു. ഇവർ രണ്ടുപേരും നടന്നുപോയി. പുറകിൽ ഞാൻ പെട്ടെന്ന് ആ ബസ്സിലെ കണ്ടക്ടറെ വിളിച്ചപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ബസ് ഞാൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് പോയെന്ന്. ഞാൻ വേഗത്തിൽ ഓടി വന്നു. പക്ഷെ നമ്മൾ ആ ഒരു ദൈവത്തിനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതേണ്ടത് ദൈവം കാക്കും, ദൈവം സൂക്ഷിക്കും. ഒരിക്കലും അവരെ അനർത്ഥമോ ഒരു ആപത്തോ വരാതെ സ്വർഗത്തിലെ ദൈവം പരിപാലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ നമ്മളെ മറക്കുന്നത് നല്ലതാണ്. ചിലരൊക്കെ ഓർക്കുന്നത് അത് തക്ക സമയത്ത് മാത്രമേ നമ്മളെ ഓർക്കുകയുള്ളൂ. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 2:24 പറയുന്നു, ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. കർത്താവ് ചെയ്ത നിയമം ഓർക്കുന്ന ദൈവമാണ്. നമ്മോട് ദൈവം ചെയ്ത നിയമം, നമ്മോട് ദൈവം ചെയ്ത ഉടമ്പടി ദൈവം ഓർത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവത്തോട് ചില ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, ഞാൻ 5 അധ്യായം എല്ലാ ദിവസവും വായിക്കാം, ഞാൻ 1 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ 10 അധ്യായം ദൈവസന്നിധിയിൽ ഞാൻ വായിക്കാം, ഇത്ര പാട്ടുപാടി ആരാധിക്കാം, ഇത്ര സ്തോത്രം പറയാം എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ പറഞ്ഞ ഉടമ്പടി നമ്മൾ ലംഘിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മോട് പറയുന്ന കാര്യം ദൈവം ഓർത്ത് ചെയ്യും. കാരണം ദൈവം അത് മറന്നു കളയുവാൻ മനുഷ്യനല്ല. ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം വാക്ക് മാറുകയില്ല. ഹല്ലേലൂയ. ദൈവം നിയമത്തെ ഓർക്കുന്ന ദൈവം ഇസ്രായേൽയരുടെ കഷ്ടതയിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ ദൈവം ഓർത്തു. അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തൊരു ദൈവം. അവരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ദൈവം ഓർക്കുമ്പോൾ, നമുക്കായി ഉടമ്പടി ദൈവം ചെയ്തിരിക്കുമ്പോൾ, നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം ഉത്സാഹത്തോടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ഉത്സാഹത്തോടെ ദൈവത്തിനായി പ്രവർത്തിച്ചു, നമ്മൾ എത്രത്തോളം ആത്മാവിൽ എരിവോടെ കർത്താവിനെ സേവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അതിലൊക്കെയും വിള്ളൽ വന്നുപോയില്ലേ? നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം കുറവ് വന്നുപോയില്ലേ? ദൈവസന്നിധിയിൽ നിമിഷം ദൈവത്തോട് ഏറ്റു പറയോ, കർത്താവ് അങ്ങടിങ്ങളോടുള്ള നിയമം ഓർത്ത് അത് അതിന്റെ സമയത്ത് ചെയ്യുന്ന ദൈവമാ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ചെയ്ത നിയമങ്ങൾ, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായ സമയത്ത് ഞങ്ങൾ ചെയ്യാത്തത്, ആ സമയത്ത് തന്നെ ഞങ്ങൾ ബൈബിൾ വായിക്കാത്തത്, ആ സമയത്ത് പ്രാർത്ഥിക്കാത്തത്, ഹല്ലേലൂയ, പലപ്പോഴും ഞങ്ങൾ ഉപേക്ഷയായി കരുതിയത്, സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കാമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നമ്മെ ഓർക്കുന്ന ദൈവം, നമ്മുടെ ദൈവത്തെ ഓർക്ക്. ദൈവം ഞാൻ ഇത്ര പാളിച്ചകൾ വന്നുപോയി, ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കർത്താവ്, ഈ വരുന്ന ദിവസങ്ങളിൽ എന്നെ കർത്താവിനായി അധികം പ്രയോജനപ്പെടണം. അതിനായി നാളുകളിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 1:19 അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റു യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഹല്ലേലൂയ. ദൈവം ഓർക്കുന്ന ഒരു ദൈവമാണ്. ഹന്നെ ഓർത്ത് ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു. ഹന്നയ്ക്ക് ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു. നിനക്ക് മക്കളില്ലല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു പ്രതിയോഗി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പ്രതിയോഗി ഉണ്ടോ? കർത്താവ് പറയുകയാണ്, അവര് പ്രതിയോഗി ഉണ്ടെങ്കിലും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഓർക്കുന്ന ഒരു ദൈവമാണ്. എത്ര പ്രതിയോഗി എഴുന്നേറ്റാലും ആ പ്രതിയോഗിയെ തകർത്തുകൊണ്ട്, അവരുടെ വാക്കുകൾ തകർത്തുകൊണ്ട്, അവരുടെ വാക്കുകളൊക്കെയും അവരെന്ത് പറഞ്ഞു അതിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, അതിനെ നിർത്തൽ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം ചെയ്യും. ഹന്നെ ഓർക്കേണ്ട സമയത്ത് ഹന്നയെ ദൈവം ഓർത്തു. ഹല്ലേലൂയ.
ദൈവാലയത്തിൽ ചെന്നിരുന്ന് കരഞ്ഞു. തന്റെ ചുണ്ടനങ്ങിയതല്ലാതെ താൻ സംസാരിച്ചില്ല. പക്ഷെ ഏലി പുരോഹിതൻ പോലും പറഞ്ഞു, ഓ എന്തിനാ നീ മദ്യം കുടിച്ച് ഇത്രയായിരിക്കുന്നു, ഒന്ന് നിന്റെ വേഞ്ഞി ഇറങ്ങട്ടെ എന്ന് പറയുമ്പോഴും നമ്മൾ അതിലൂടെ നമ്മൾ ഓർക്കണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരോ ചിലപ്പോൾ നമ്മുടെ മുഖം കണ്ടിട്ട് മനസ്സിലാക്കത്തില്ല. ഹല്ലേലൂയ, അവര് വേറെ കാര്യമായിരിക്കാം പറയുന്നത്. ഹല്ലേലൂയ, എന്നാലോ ഹന്നയെ ഓർത്ത ദൈവം, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരെയും ഓർക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹന്നയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഹന്നയ്ക്ക് ശമൂവേലിനെ ദൈവം നൽകി, പിന്നെയും മക്കളെ നൽകി മാനിച്ച ഒരു ദൈവം. ഹല്ലേലൂയ. ഓർക്കേണ്ട സമയത്ത് ഓർക്ക്. പ്രതിയോഗി എത്രമാത്രം തീഷ്ണതയോടെ നിന്നാലും ദൈവമോ രാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ ഒരു പ്രതിക്രിയ നടത്തി ദൈവം രക്ഷിക്കും. പ്രതിയോഗി എത്ര പ്രബലപ്പെട്ടാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രതിക്രിയ വെളിപ്പെടുക തന്നെ ചെയ്യും. ഓർക്കേണ്ട സമയത്ത് ദൈവം ഓർക്കും. ദൈവം പ്രവർത്തിക്കേണ്ട തക്ക സമയത്ത് ദൈവ പ്രവർത്തി വെളിപ്പെടുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 137:7 ഇങ്ങനെ പറയുന്നു, ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. ഹല്ലേലൂയ. യെരൂശലേമിന്റെ നാൾ ഓർക്കുന്ന ദൈവം നമ്മൾ ഓരോരുത്തരും നാളുകളില് ദൈവത്തോട് കർത്താവെ ഞങ്ങളെ ഓർക്കണമേന്ന് ഞങ്ങളുടെ ഈ വിഷയം ദൈവമെന്ന് ഓർക്കണമേ, ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടൊന്ന് ഓർക്കണം, ഞങ്ങളുടെ ഈ കടഭാരമാകുന്ന അവസ്ഥ, ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ഇത്രയും തകർന്നായിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ കർത്താവ് ഓർക്കണം. എന്റെ കർത്താവ് ഇത്രയും വർഷമായിട്ട് എനിക്ക് ഇതിൽ നിന്നൊരു നീക്കുപോക്ക് ഇല്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ചില വാതിലുകൾ സ്വർഗത്തിലെ ദൈവം തുറന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ വാതിൽ, നന്മയുടെ വാതിൽ, തലമുറയ്ക്ക് ഒരു കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേ ഇസഹാക്കിന് റിബേക്ക കൊണ്ടുവന്നു കൊടുത്ത ദൈവം രൂത്തിനെ ബോവസിനെ ഒരുക്കിയതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ആലോചന കൈമാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 132:1 പറയുന്നു, യഹോവേ ദാവീദിനെയും അവന്റെ സകല കഷ്ടതയും ഓർക്കണമേ. ദാവീദിനെയും അവന്റെ സകല കഷ്ടതയും ഓർക്കണമേ. ദാവീദിനെ ഓർക്കേണ്ട സമയത്ത് മാത്രമേ ദാവീദിനെ ഓർത്തുള്ളൂ. പലപ്പോഴും നമ്മളെല്ലാവരും പുറം പറമ്പിൽ കടന്നവരാ, കാട്ടിൽ കടന്നവരെ കൊണ്ട് സ്വർഗത്തിലെ നാട്ടിൽ കൊണ്ടുവന്ന് രാജാവാക്കിയത് ദാവീദ് കാട്ടിൽ കടന്നതാ. തന്റെ മാതാപിതാക്കൾക്ക് തന്നെ വേണ്ട, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ട, ഒറ്റപ്പെട്ട അവസ്ഥയില് കാട്ടിലായിരുന്നപ്പോൾ ഏകാന്തതയുടെ അനുഭവത്തിൽ അവൻ യുദ്ധം അഭ്യസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ കഷ്ടത, വേദനകൾ, ദാവീദിനെ ഓർത്തൊരു ദൈവം നമ്മെ ഓർക്കുന്ന ദൈവം. പല കഷ്ടതയിലൂടെ കടന്നുപോയില്ലേ? രോഗമാകുന്ന കഷ്ടത, പലവിധ പീഡകളിലൂടെ കടന്നുപോയില്ലേ? ആ പീഡനങ്ങളിലൂടെ കടന്നുപോയില്ലേ? മാനസികമായ വ്യഥകളിലൂടെ കടന്നുപോയില്ലേ? ഹല്ലേലൂയ. ഓർക്കുന്ന ദൈവം മറുപടി നൽകി മാനിക്കുക തന്നെ ചെയ്യും. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമോസ് പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു 8:27, ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അവരുടെ പ്രവർത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കാത്ത ദൈവം, നമ്മുടെ പ്രവർത്തികളെ അറിയുന്ന ദൈവം, നമ്മളെ ദൂരത്ത് നിന്ന് നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്ന ദൈവം, നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം, നമ്മൾ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് അറിയുന്ന ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്യുക, ഒരിക്കലും മറക്കുകയില്ല. നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം മറക്കുകയില്ല. എല്ലാ ദിവസവും വിചാരിക്കും ദൈവമേ എന്നെ മറന്നുപോയോ. നമ്മൾ കഷ്ടതയുടെ കാഠിന്യം കൊണ്ട് ദൈവത്തോട് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ലേ? യേശുപ്പ അങ്ങ് എന്നെ മറന്നു കളഞ്ഞു. ഞാൻ പറയട്ടെ, വേദനയുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ ആരും സഹായമില്ലല്ലെന്ന് ഓർത്ത് എല്ലാവരും മുതലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോഴും സ്വർഗത്തിലെ ദൈവമായി ഇറങ്ങി വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എളിയവൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഈ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ ദൈവം വിശ്വസ്തന, വാക്ക് മാറാത്തവന. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും മറക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 136:23, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ
ഓർക്കുന്ന ദൈവം, നമ്മുടെ വീഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ താണുപോയാലും തകർന്നു പോയാലും ഒരിക്കലും അതിനെ ഒന്നും കൂടെ തകർത്ത് കളയുന്ന ദൈവമല്ല, തകർന്നതിനെ നേരെയാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഉടഞ്ഞതിനെ പണിയുന്ന ദൈവം. ഹല്ലേലൂയ. താഴ്ചയിൽ ഓർക്കുന്ന ദൈവം. താഴ്ത്തുന്നവന്, തന്നെത്താൻ താഴ്ത്തുന്നവന് ദൈവം ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. മുൻപന്മാർ ആയിരിക്കുന്നവർ പിൻപന്മാരായി പോകുമ്പോൾ പിൻപന്മാരായിരിക്കുന്നവര് മുൻപിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ വളരെ പ്രശ്നങ്ങൾ വന്നില്ലേ? എല്ലാവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടില്ലേ? ഒരു വിവാഹത്തിന് പോയാൽ അപമാനിക്കപ്പെടും, ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോയാൽ, ഒരു ഭവന പ്രതിഷ്ഠയ്ക്ക് പോയാൽ അപമാനിക്കപ്പെടും, എവിടെയെങ്കിലും ഒരു യോഗത്തിന് പോയാൽ അവിടെ വെച്ചും അപമാനിക്കപ്പെട്ടിട്ടില്ലേ? ഹല്ലേലൂയ. നീ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് നിന്ന് എല്ലാവരുടെ മുമ്പിലും ഹാസ്യമാക്കിയില്ലേ? പരിഹാസ വിഷയമാക്കിയില്ലേ? ഹല്ലേലൂയ. ദൈവം പറയുക, ഈ താഴ്ചയിൽ ദൈവം നമ്മെ ഓർക്കുന്ന ദൈവം, ദൈവം മറുപടി നൽകി മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന ദൈവം, കണ്ണനെന്ന് മറുപടി നൽകുന്ന ദൈവം. ഇത്രത്തോളം കരഞ്ഞിട്ട് രാത്രിയുടെ യാമങ്ങളിൽ തലയണെ കണ്ണുനീരുകൊണ്ട് നനച്ചവരുണ്ട്, എന്നെ കേൾക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പറയുക, ദൈവം ഒരു മറുപടി തന്നു മാനിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഇത്രയും ദിവസം ബൈബിൾ എടുത്തുകൊണ്ട് നടന്നിട്ട് നിനക്കൊരു പ്രയോജനമില്ല, അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞവരുടെ നടുവില് സ്വർഗത്തിലെ ദൈവം മാനിക്കും. സ്വർഗത്തിലെ ദൈവം ഓർത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. നോഹിയും പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെ ഓർത്തുവെങ്കിൽ ഈ മനുഷ്യരായിരിക്കുന്ന നമ്മെ ഓർക്കാതിരിക്കുമോ? ഹല്ലേലൂയ. ഈ യുഗത്തിൽ നമ്മെ ദൈവം ഓർക്കാതിരിക്കുമോ? ഹല്ലേലൂയ. നോഹയെ ഓർത്ത ദൈവം മാത്രമല്ല, നോഹയുടെ കഷ്ടതയിൽ നിന്ന് നോഹയെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമാണ്. നോഹയോട് ഒരു കർത്താവ് ഒരു ഉറപ്പ് നൽകി, ഒരു മഴവില്ല്, ഒരു വില്ല് മേഘത്തിൽ വെച്ചിട്ട് പറയുക, ഞാൻ നിന്നോടുള്ള ഒരു നിയമമാണ്, ഇനി വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കയില്ല. ഹല്ലേലൂയ. ഓർത്തൊരു ദൈവം ഉടമ്പടി തന്ന്, ഒരു അടയാളം തന്ന്, ഹല്ലേലൂയ, ദൈവം വിടിവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രിയ മക്കളെ, പകയ്ക്കുന്ന കണ്ടലജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം സ്വർഗത്തിലെ ദൈവം ഈ ദിനങ്ങൾ ചെയ്യുമെന്ന് ദൈവാലോചന കൈമാറുകയോ. ഹല്ലേലൂയ. പകയ്ക്കുന്നവരുടെ മുമ്പില് നന്മയ്ക്കായി ഒരടയാളം സ്വർഗത്തിലെ ദൈവം ചെയ്യും. ഓർക്കുന്ന ദൈവം അടയാളം ചെയ്ത് നിയമത്തെ, ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മളും ദൈവത്തോടുള്ള ഉടമ്പടി അതുപോലെ നിവർത്തിക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തോട് പറയാൻ, കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തോടുള്ള ഉടമ്പടി നമ്മളും കറക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടി ദൈവം ഒന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. ഉറച്ചു കഴിഞ്ഞിട്ട് ഇല്ല വേറൊന്നാണെന്ന് പറയുന്ന ദൈവമല്ല. പലപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇന്ന ദിവസം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആ ദിവസം അവരുടെ പൊടി പോലും കാണത്തില്ല, അവരൊന്ന് വിളിച്ചു പറയത്ത പോലുമില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞാൽ അതുപോലെ ചെയ്യും. ഓരോ കാര്യങ്ങൾ ചന്തോചിതവുമായി ചെയ്യുന്ന ദൈവം. സഭാപ്രസംഗി 3 വായിക്കുമ്പോൾ സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം. നമ്മെ ഓർത്തിട്ട് ഉടമ്പടി ചെയ്ത് അതിലൂടെ ദൈവം മറുപടി തരുന്ന ദൈവം, അടയാളം നൽകി തന്നെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അവസാനത്തിന് മുമ്പേ തന്നെ സ്വർഗത്തിലെ ദൈവം ചില നന്മകൾ ചില അനുഗ്രഹങ്ങൾ പ്രിയ ദൈവ മക്കൾക്ക് നൽകുമെന്ന്, കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്ക് മറുപടി വരുമെന്ന് ഹല്ലേലൂയ ദൈവാലോചന കൈമാറുക. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് നമ്മെ താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താഴ്ചയിൽ, വളരെയധികം താഴ്ചയിലായിരിക്കുമ്പോഴും അതിന്റെ പുറത്ത് കയറി നിന്നിട്ടാ ഓരോരുത്തരും ജയ് വിളിക്കുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെ വിളിക്കുന്നവരുടെ മുൻപിലും സ്വർഗത്തിലെ അവരെ മാറ്റി നിർത്തിയിട്ട് പുറത്തു കൊണ്ടുവന്ന് അവരെക്കാൾ ശ്രേഷ്ഠമായി സ്വർഗത്തിലെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതല്, ഇന്ന് ദൈവത്തോട് കരഞ്ഞ വിഷയമുണ്ട്, രാവിലെ എണീറ്റും കണ്ണുനീരൊഴിക്കിയ വിഷയമുണ്ട്. അതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം മറുപടി തന്നു മാനിക്കും, ജയോത്സവമായി നടത്തും. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. അല്പനിമിഷം പ്രാർത്ഥിക്കാം, ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്വർഗമേങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. കർത്താവ് തുറന്ന സ്വർഗത്തിന്റെ കീഴിലായിരിക്കാം. ദൈവം അടിങ്ങളെ സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അടിങ്ങൾ ഏതുമില്ല കർത്താവേ, അടിങ്ങളൊന്നുമല്ല കർത്താവേ. അപ്പ അടിങ്ങളെ മറന്നത് കൊണ്ടല്ലല്ലോ ഓർക്കുന്ന ദൈവം എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് മറന്നുപോയോ കർത്താവേ എന്ന് ഭാരപ്പെടുമ്പോഴും
തക്ക സമയത്ത് ഓർത്ത് പ്രവർത്തിക്കുന്ന ദൈവമേ, പ്രിയമക്കളുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കണമേ. രാത്രിയുടെ ആരംഭത്തിൽ ദൈവത്തോട് നിലവിളിച്ചത് അപ്പ കണ്ണുനീർ കൊണ്ട് തലയണേ കർത്താവ് നനച്ചത് സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കാൻ സ്തോത്രം. അടിയൻ കണ്ടില്ല, മറ്റൊരു മനുഷ്യൻ കണ്ടില്ല, കൂടെ ആയിരിക്കുന്ന ഭർത്താവ് കണ്ടില്ല, ഭാര്യ കണ്ടില്ല, മക്കൾ കണ്ടില്ല, സഹോദരങ്ങൾ കണ്ടില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം കണ്ടൊരു മറുപടി, ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരണം. മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നോട് അറിയിക്കും. അതേ കർത്താവ് മറുപടി തന്ന് മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, രക്ഷിപ്പാൻ കഴിയാതവണ്ണം എന്റെ കർത്താവിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം എന്റെ കർത്താവിന്റെ ചെവി മന്ദമായിട്ടുമില്ല. അതേ ദൈവ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവരക്ഷയ്ക്കായി പെട്ടകം തീർത്തു. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ ജീവരക്ഷ. ഹല്ലേലൂയ. ആരും നശിച്ചു പോകരുത്, ആരും നിത്യനാശത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. പെട്ടകം തീർക്കണം, പെട്ടകം തീർക്കണം. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയിലും പെട്ടകത്തിനുള്ളിലായിരുന്നവർ സംരക്ഷിക്കപ്പെട്ടു, സംരക്ഷിക്കപ്പെട്ടു, സംരക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഓർക്കേണ്ട സമയത്ത് മാത്രം സ്വർഗത്തിലെ ദൈവം ഓർത്തു. ഒന്നേ വേണ്ടും, നമ്മൾ നീതിമാനായിരിക്കണം, നിഷ്കളങ്കതയുള്ളവരായിരിക്കണം, ദൈവത്തോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. അപ്പ നിർജീവമായിരുന്ന ഗർഭപാത്രത്തെ ജീവിപ്പിക്കുമാറാക്കിയ ദൈവമേ, ഹല്ലേലൂയ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയ മകളെ കണ്ട് മനസ്സലിയണം. സ്വർഗത്തിലെ ദൈവം തലമുറ നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഒരു സന്തോഷ വർത്തമാനം കേൾപ്പിക്കണം അപ്പ. ഹല്ലേലൂയ കർത്താവ്. ഭവനമില്ലാതെ മാറി മാറി വാടക വീട്ടിൽ താമസിക്കുന്ന പ്രിയ മക്കളെ കണ്ട് മനസ്സലിയണം. സ്വർഗത്തിലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ദൈവ ഭവനം നൽകി മാനിക്കണം അപ്പച്ച. ഹല്ലേലൂയ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്ന വചനം പറയുമ്പോൾ ദൈവം പണിതൊരു വീട് നൽകി മാനിക്കണം അപ്പ. ഹല്ലേലൂയ കർത്താവ്. തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് മനസ്സലിയണം. തലമുറയുടെ പ്രാർത്ഥനയ്ക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം അപ്പ മറുപടി നൽകി മാനിക്കണം. മക്കളെ ഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ, അവരുടെ സമാധാനം വലുതായിരിക്കട്ടെ, അവരുടെ നന്മ ഉണ്ടാകട്ടെ, കൊച്ചു മക്കൾക്ക് അനുഗ്രഹം നന്മ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം ഓ കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നൊരു ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്നെ തന്ന വചനം നിന്റെ സന്തതിയുടെ മേലും സന്തതിയുടെ മേലും ഇനി മേലൊരു നാളും വിട്ടുപോകയില്ല. അതേ കർത്താവ്, അതുപോലെ എന്റെ ദൈവം പ്രിയമക്കൾ പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവം അത്ഭുതമാക്കി മാറ്റും. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിന് കാരണക്കാരിയായ ഷീജ സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. റീജ സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ റോയ് പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. താങ്ക് യു ദേവദാസി. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട് ശുശ്രൂഷിപ്പാറിനൊക്കെ വേണം ദൈവം കൃപ ചെയ്തല്ലോ. വീണ്ടും കർത്താവ് ശക്തമായി എടുത്ത് ഉപയോഗിക്കട്ടെ. നമുക്ക് ആ കർത്താവിനെയും കുടുംബത്തെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കാം. കർത്താവ്